പ്രിയപ്പെട്ടവരെ, സന്തോഷമായിട്ടിരിക്കണം. കൃപാസനം തുറന്നതിൻ്റെ എല്ലാ അനുഗ്രഹത്തിൻ്റെ അടയാളങ്ങളും അമ്മ കാണിക്കുന്ന ദിവസങ്ങളാണ്. ഇന്നലെ 15 സാക്ഷ്യങ്ങളാണ് ഉണ്ടായത്. കടുത്ത പനി വന്ന് ന്യൂമോണിയ പോലുള്ള വന്ന് നടക്കാൻ പറ്റാത്ത കുഞ്ഞിനെ അമൃതയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അമ്മയുടെ മുമ്പിൽ കൊണ്ടുവന്ന് ലോക്ക്ഡൗണായ കൃപാസനത്തിൻ്റെ പുറത്തു നിന്ന് അമ്മയുടെ മുമ്പിൽ നിർത്തിയപ്പോൾ തന്നെ കുഞ്ഞ് നടന്നു തുടങ്ങി. ഇത്രയും വലിയ സംഭവങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. 17 കൊല്ലം മക്കളില്ലാതിരുന്നു. അവർ ഉടമ്പടി ചെയ്തപ്പോൾ അവർക്ക് കുഞ്ഞിനെ കിട്ടി. അതൊക്കെ ഇന്നലത്തെ സാക്ഷ്യത്തിൽപ്പെടുന്നതാണ്. എല്ലാ തിങ്കളാഴ്ചയുമാണ് സാക്ഷ്യം. തിങ്കളാഴ്ച രാവിലെ മുതൽ പ്രാർത്ഥനയുണ്ട്, ഫാസ്റ്റ് ആൻഡ് ഫെസ്റ്റ് ഉണ്ട്. 2 മണിയോട് സാക്ഷ്യം തുടങ്ങും. അപ്പോൾ സാക്ഷ്യം പറയാൻ ആഗ്രഹിക്കുന്നവർ നേരത്തെ വന്ന് റിപ്പോർട്ട് ചെയ്യണം. 10-11 മണിയാകുമ്പോൾ ഓഫീസിൽ വന്ന് റിപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ ആ സാക്ഷ്യം നോക്കും, സാക്ഷ്യം ഇൻസ്പെക്ട് ചെയ്യും, സ്കാൻ ചെയ്യും. അതിനകത്ത് ഉടമ്പടി കണ്ടൻ്റ് ഉണ്ടോ, പ്രത്യക്ഷഗണത്തിൻ്റെ കണ്ടൻ്റ് ഉണ്ടോ എന്ന് പരിശോധിക്കും. അത് നോട്ട് ചെയ്യും. നിങ്ങളത് ബോധ്യപ്പെടുത്തും. ആ കൃപയിൽ കാര്യം എല്ലാം പ്രത്യക്ഷഗണത്തിൻ്റെ സ്ഥിരീകരണം. ഈ പ്രത്യക്ഷപ്പെടലിലൂടെ ദൈവം മഹത്വപ്പെടണം. അങ്ങനെ ദൈവം മഹത്വപ്പെടുത്താൻ വേണ്ടി, ദൈവം മഹത്വപ്പെടാൻ, പ്രത്യക്ഷഗണം സ്ഥിരീകരിക്കാൻ വേണ്ടി നിങ്ങളെ ദൈവം ഒത്തിരിയേറെ അനുഗ്രഹിക്കും. അതുകൊണ്ടാണ് കൃപാസനം അടഞ്ഞു കിടന്നാലും അനുഗ്രഹങ്ങളുടെ വാതിൽ അടയാതെ കിടക്കുന്നത്. ഇതൊരു മഹാസംഭവമാണ്. ഗൂഗിൾ മീറ്റിലൂടെ ലഭിച്ച സൗഖ്യങ്ങൾ എന്തുമാത്രമാണ്, ഓൺലൈൻ ഉടമ്പടിയിലൂടെ ലഭിച്ച സൗഖ്യങ്ങൾ എന്തുമാത്രമാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ലോകത്തിന് ലോക്ക് ചെയ്യാൻ പറ്റാത്ത അനുഗ്രഹത്തിൻ്റെ കവാടമാണ് കൃപാസനം. ഒരു കൊറോണയ്ക്കും ലോകം മുഴുവൻ ലോക്കാകുമ്പോഴും അനുഗ്രഹത്തിൻ്റെ വാതിൽ, ഞാൻ അടച്ച വാതിൽ തുറക്കാൻ ആർക്കും പറ്റത്തില്ല, ഞാൻ തുറന്ന വാതിലെ അടക്കാനും പറ്റത്തില്ല. കൃപാസനത്തിൽ അമ്മയിലൂടെ, പരിശുദ്ധ മറിയത്തിലൂടെ ദൈവം അനുഗ്രഹത്തിൻ്റെ, സന്ധിപ്പിൻ്റെ, സമാധാനത്തിൻ്റെ, സ്വർഗത്തിൻ്റെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. അതടക്കാൻ ഒരു കൊറോണയ്ക്കും പറ്റത്തില്ല. കൈയിടിച്ച് കിടന്നാണ് സുധരില്ല. എന്റെ സ്നേഹിതനാകും പ്രിയപ്പെട്ടവരെ, ദൈവത്തിരുസന്നിധിയിൽ നമ്മൾ വ്യാപരിക്കുമ്പോൾ നോട്ട് ദ പോയിൻ്റ്, കുറച്ച് പോയിൻ്റുകൾ നോട്ട് ചെയ്യണം നമ്മൾ. അല്ലെങ്കിൽ നമുക്ക് വളരാൻ പറ്റത്തില്ല, അവസരങ്ങളെ പ്രയോജനപ്പെടുത്താൻ പറ്റത്തില്ല. അനുഗ്രഹത്തിൻ്റെ, നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ അവസരങ്ങളാണ്. അനുഗ്രഹത്തിൻ്റെ അവസരങ്ങൾ പലപ്പോഴും സന്ദർശനത്തിൻ്റെ സമയം പോലെയാണ്. സന്ദർശനത്തിൻ്റെ സമയം അത് അനുഗ്രഹത്തിൻ്റെ അവസരങ്ങളാകാം, അനുതാപത്തിൻ്റെ അവസരങ്ങളാകാം. എൻ്റെ സന്ദർശനത്തിൻ്റെ സമയം നീ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ നെറ്റ് റിസൾട്ട് എന്താണ്? യു വിൽ ബി റിജക്റ്റഡ്. പ്രവാചകന്മാരെ കൊല്ലുകയും നിന്നെ കയക്കുന്നവരെ കർത്താവിൻ്റെ ശക്തമായ വചനങ്ങളിലൊന്നാണത്. അതായത് ജെറുസലേം പ്രവാചകന്മാരെ കൊല്ലുകയും നിന്നെ കയക്കുന്നവരെ കല്ലെറുകയും ചെയ്ത ജെറുസലേമിന് പരിത്യക്തതയുണ്ടാകും, ശൂന്യതയും ഉണ്ടാകും. പാപത്തിൻ്റെ ഒരു കാലം എന്താണ്? അതിൻ്റെ റിസൾട്ട് എന്താണ്? പാപത്തിൻ്റെ കാലത്തിൻ്റെ റിസൾട്ട് എന്താണ്? അതിൻ്റെ ഫലം എന്താണ്? ഓരോ പാപത്തിനും ഫലമുണ്ടാവാതിരിക്കത്തില്ല. ഇതാ നിൻ്റെ ഭവനം പരിത്യക്തവും ശൂന്യവുമായിരിക്കുന്നു. കാരണം എന്താണ്? എൻ്റെ സന്ദർശനത്തിൻ്റെ സമയം നീ അറിഞ്ഞില്ല. നോൻപുകാലം സന്ദർശനത്തിൻ്റെ സമയമാണ്. നോൻപുകാലം മാത്രമല്ല, ദൈവം നമുക്ക് നൽകുന്ന ഓരോ അവസരവും, ഓരോ അനുഭവവും ഓരോ അവസരമാണ്. ഒരിക്കൽ കൂടി പറയാം, ഒന്നേറ്റ് പറഞ്ഞ്,
ഓരോ അനുഭവവും ഓരോ അവസരമാണ്. ഓരോ അവസരവും അനുഗ്രഹത്തിന്റെ അവസരമാണ്, അനുതാപത്തിന്റെ അവസരമാണ്. ഇതാണ് ബൈബിൾ നമ്മളോട് പറയുന്നത്. ഓരോ അനുഭവവും ഓരോ അവസരമാണ്. ഓരോ അവസരവും അനുതാപത്തിൻ്റെ അവസരമാണ്, അതേസമയം തന്നെ അനുഗ്രഹത്തിൻ്റെയും അവസരമാണ്. ഞാൻ എവിടെ നിന്ന് ഇത് പഠിച്ചെന്നറിയാമോ? കഴിഞ്ഞ ദിവസങ്ങളിൽ യെശയ്യാ വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഉൾക്കാഴ്ചയാണ്. യെശയ്യാ വായിച്ചപ്പോൾ യെശയ്യായിൽ ഹെസക്കിയ രാജാവുണ്ട്. യെശയ്യാ പ്രവാചന പുസ്തകത്തിൽ ഹെസക്കിയ രാജാവിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഹെസക്കിയ രാജാവിന് ക്യാൻസർ വന്ന്, ക്യാൻസർ രോഗം, നമ്മളോർക്കും ഇന്ന് മാത്രമേ ക്യാൻസർ ഉള്ളതെന്ന്. ക്യാൻസർ എന്നുകൊണ്ട് പൊറുക്കാത്ത വ്രണം ക്യാൻസറാണ്. പൊറുക്കാത്ത വ്രണം ക്യാൻസറാണ്. കാര്യം അതിൻ്റെ കോശങ്ങൾ അഴുകി പോകുന്നു, പുതിയ കോശങ്ങൾ വരുന്നില്ല. അപ്പോൾ പൊറുക്കാത്ത വ്രണം ഈ മനുഷ്യനെ ഉണ്ടായി. എല്ലാവരും പറയും ക്യാൻസറൊക്കെ ഈ കാലങ്ങളിൽ ഉണ്ടായത് രോഗമാണ്, നമ്മുടെ ജീവിതക്രമത്തിൻ്റെ പ്രശ്നങ്ങളാണെന്ന്. ഇല്ലേ, എല്ലാ രോഗങ്ങളും പണ്ടേ ഉണ്ട്, പക്ഷേ നമ്മൾക്കത് മനസ്സിലായില്ലെന്നേ ഉള്ളൂ. ഇപ്പോഴാണ് നമുക്കത് മനസ്സിലായത് യെശയ്യായ്ക്ക് വന്ന രോഗം ക്യാൻസറാണെന്ന്. കാര്യം അത് പൊറുക്കാത്ത വ്രണമാണ്. അപ്പോൾ ഈ വ്രണം വന്നതോടുകൂടി പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നില്ല, ഉള്ള കോശങ്ങളൊക്കെ അഴുകിപ്പോവുകയും ചെയ്യുന്ന കണ്ടപ്പോൾ യെശയ്യായുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു. എൻ്റെ ദൈവവേദലേ, ദിവസങ്ങൾ എണ്ണിയാൽ രോഗത്തിന് നിൻ്റെ ദിവസങ്ങളെ എണ്ണാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു തകർച്ചയ്ക്കോ കടത്തിനോ നിൻ്റെ ദിവസങ്ങളെ എണ്ണാൻ പറ്റത്തില്ല. കാരണം നിനക്ക് ദിവസങ്ങൾ തന്നത് നിന്റെ ആയുസ്സിൻ്റെ അതിനാഥനാണ്. കൈയിടിച്ച് എന്റെ സ്നേഹിതനാകും സ്നേഹമേ, നിനക്കാരാധന, ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകുന്നത് അതിൻ്റെ പേര് തന്നെ സുവിശേഷമെന്നാണ്. അത് ക്യാൻസർ രോഗിക്കും സുവിശേഷം തന്നെയാണ്, നല്ല വിശേഷമാണ്. ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ എല്ലാ വിശേഷങ്ങളും മോശം വിശേഷങ്ങളാണ്, പക്ഷേ അവൻ്റെ രോഗം ഒരു സുവിശേഷമാണ്. എന്താണ്? അവൻ എങ്ങോട്ട് തിരിഞ്ഞാലും ദൈവത്തെ കിട്ടും. നീ രോഗിയാണെങ്കിൽ നീ എങ്ങോട്ട് തിരിഞ്ഞാലും നിൻ്റെ ദൈവത്തെ കാണാൻ പറ്റും. ഒന്ന് പറഞ്ഞേ, ഞാൻ രോഗിയാണെങ്കിൽ ഞാൻ ജീവിത പ്രശ്നങ്ങളാല് പരുക്കുകള് ഏൽക്കുന്നവനാണെങ്കിൽ എന്റെ അവസ്ഥ ഞാൻ എങ്ങോട്ട് തിരിഞ്ഞാലും ഏത് വശത്തേക്ക് തിരിഞ്ഞാലും എനിക്ക് ദൈവത്തിന്റെ അനുഭവം കിട്ടുന്ന രീതിയിലെ എന്റെ പ്രശ്നങ്ങളെ എന്നെ എന്റെ ദൈവത്തിലേക്ക് ഉയർത്തുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. എന്റെ ജീവനായി തീരുന്ന സ്നേഹമേ, ആരാധന നിനക്കാരാധന. എന്റെ ജീവനായി തീരുന്ന സ്നേഹമേ, ആരാധന നിനക്കാരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഹെസക്കിയ ഈ കൊടിയ നൊമ്പരത്തോടുകൂടി തിരിഞ്ഞത് എങ്ങോട്ടാണ് തിരിഞ്ഞത്? ദാനിയേൽ പണ്ട് ദേവാലയത്തിന് മട്ടുപ്പാവിൽ പോയതുകൊണ്ട് ജെറുസലേമിലേക്ക് തിരിഞ്ഞായിരുന്നു. കടുത്ത വേദന കൊണ്ട് അങ്ങനെയുള്ള ആധ്യാത്മിക ചിന്തകളൊന്നും ഹെസക്കിയായ്ക്ക് ഉണ്ടായില്ല. ഹെസക്കിയ തിരിഞ്ഞപ്പോൾ കണ്ടത് ഭിത്തിയാണ്. ഒരു ഭിത്തിയിലേക്ക് തിരിഞ്ഞാലും വേദനയുടെ കാലത്ത് നിന്റെ ദൈവം നിനക്ക് സംരംഭനാണ്. കൈയടിച്ച്
സ്നേഹമേ യേശുവേ ആരാധന. ആരാധന നിനക്കാരാധന എന്റെ സ്നേഹിതനാകും യേശുവേ സ്നേഹമേ ആരാധന നിനക്കാരാധന. ഏശയ്യാ 38:2 ഹെസക്കിയ ചുമരിൻ്റെ നേരെ തിരിഞ്ഞ് കർത്താവിനോട് പ്രാർത്ഥിച്ചു. ഇതാണ് അവസ്ഥ. നീ ഒരു സങ്കടക്കാരിയാണെങ്കിൽ, നിൻ്റെ ഹൃദയം തകർന്നിരിക്കണമെങ്കിൽ നീ എങ്ങോട്ട് തിരിഞ്ഞാലും നിൻ്റെ ദൈവം നിനക്ക് സംരഭ്യമാണ്. കൈയടിച്ച് കിടന്ന ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളടിച്ചുകൊണ്ട് കൈകളടിച്ചുകൊണ്ട് വാഴ്ത്തി പാടുകയാണ്. നിന്റെ സങ്കടങ്ങൾ എന്താണെങ്കിലും നിന്റെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കും. ഇപ്പോൾ ഈ ശുശ്രൂഷ കണ്ട് പ്രാർത്ഥിക്കുന്നവരും നിയോഗങ്ങൾ ടൈപ്പ് ചെയ്യുന്നവരുടെ പ്രാർത്ഥനകളുടെ മേൽ ദിവ്യകാരുണ്യത്തിന്റെ അഭിഷേകം നിറയുകയാണ്. ശക്തമായി കരങ്ങളടിച്ചുകൊണ്ട് കർത്താവിനെ വാഴ്ത്തിപ്പാടുകയാണ്. നിങ്ങൾ എവിടെയായിരുന്നാലും, ഏത് സാഹചര്യത്തിലായിരുന്നാലും, ഏത് ഭൂഖണ്ഡത്തിലായിരുന്നാലും കർത്താവ് നിങ്ങളെ സംരക്ഷിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുകയാണ്. ചോദിച്ചാൽ ലഭിച്ചിടും അത് നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടി, മുട്ടിയാൽ തുറന്നി, ചോദിച്ചാൽ ലഭിച്ചിടും അത് നിശ്ചയം. എല്ലാവരും നിശ്ചയം നിശ്ചയം അത് നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അത് നിശ്ചയം, വാഗ്ദത്തം തന്നവനകലുകില്ല. എല്ലാവരും പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടി, മുട്ടിയാൽ തുറന്നി, ചോദിച്ചാൽ ലഭിച്ചിടും അത് നിശ്ചയം. ഉയർത്തിയടിച്ചുകൊണ്ട് യാചിച്ചാൽ മുട്ടിയാൽ പ്രാർത്ഥന കേൾക്കുകയാണ്. നിശ്ചയം 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 അത് നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അത് നിശ്ചയം, വാഗ്ദത്തം തന്നവനകലുകില്ല. പരിശുദ്ധപരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ചിലപ്പോഴും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴേ നമുക്ക് പ്രാർത്ഥിക്കാൻ തോന്നത്തില്ല. സത്യമല്ലേ? നമുക്ക് എന്തെങ്കിലും കടങ്ങളുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കല്യാണം വളരെ ഇഷ്ടപ്പെട്ട് നന്നായിരുന്ന കല്യാണം ഒരു സുപ്രഭാതത്തിൽ അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടായി അത് നടക്കാതെ വരുമ്പോൾ നമ്മൾ കുറേ പ്രാർത്ഥിച്ചതാ. അല്ലെങ്കിൽ ഒരു റാങ്ക് ലിസ്റ്റ്, നമ്മൾ റാങ്ക് ലിസ്റ്റിൽ വന്നു, പക്ഷേ നമ്മളതിനു വേണ്ടി ഇങ്ങനെ നൊവേനകൾ, പ്രാർത്ഥനകൾ, ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് അവസാനം ഒരു സുപ്രഭാതത്തിൽ നമുക്ക് ജോലി കിട്ടിയുമില്ല. ആരെങ്കിലും പാർട്ടി ബേസിൽ അതിനടുത്ത് നമ്മുടെ അയൽവാസികൾക്ക് ജോലി കിട്ടുകയും ചെയ്യും. നമ്മൾ അവരുടെ റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്ന ആൾക്കാരുമായിരിക്കും. ചിലപ്പോൾ റാങ്ക് ലിസ്റ്റ് ഉണ്ടാകാം, ഒത്തിരി പുറകിലായിരിക്കാം. അപ്പം നമ്മൾ നിന്നിടം മറന്നു പോകും. ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാനുള്ള എല്ലാ കണ്ടീഷൻസും പോകും. ദൈവം എനിക്ക് തോന്നുന്നത് ആദ്യം ചെയ്യണത് നിൻ്റെ പ്രാർത്ഥിക്കാനുള്ള കണ്ടീഷൻസ് കളയുകയാണ് ചെയ്യണം. സാധാരണ നല്ലപ്പോൾ ഒരു പ്രാർത്ഥന നീ മര്യാദക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥകളിലൂടെ ചിലപ്പോൾ നമ്മൾ കടന്നു പോകും. രോഗം കാരണം നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, വേദന കാരണം നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്തു ചെയ്യണം? പറഞ്ഞ മനസ്സിലായോ? രോഗം കാരണം നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, മാനസിക ഭാരം കാരണം നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ ബാങ്കുകളിൽ നിന്ന് ജപ്തി നോട്ടീസ് വന്നാൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. പ്രാർത്ഥിക്കാനൊക്കെ പറ്റും, പക്ഷേ നമ്മുടെ പ്രാർത്ഥന ഒക്കത്തില്ല. കാര്യം പ്രാർത്ഥനയും ടെൻഷനും ഒരുമിച്ച് വരും. പ്രാർത്ഥനയും പ്രാർത്ഥിക്കും, ടെൻഷനും ആകും. അപ്പോൾ നമുക്കറിയാം ഇതൊന്നും പ്രാർത്ഥന അല്ല എന്ന് നമുക്കറിയാം. എന്ന് വെച്ചാൽ വി ആർ നോട്ട് ഏബിൾ ടു പ്രേ, നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണില്ല. ഇങ്ങനെ സങ്കട സമയം, പ്രശ്ന സമയം, എങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റാതെ വന്നാൽ എന്ത് ചെയ്യണം? അതാണ് എസക്കിയ പറയണത്. എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ഭൂതകാലങ്ങളെ നമ്മൾ ഓർക്കണം. മര്യാദക്ക് ജീവിച്ചൊരു കാലം ഉണ്ടാവില്ല നമുക്ക്, ഇല്ലേ? ഏതെങ്കിലും നമ്മൾ അത്ര മോശക്കാരല്ലോ, മര്യാദക്ക് ജീവിച്ച ഏതെങ്കിലും ഒരു കാലം നമുക്കുണ്ടാവുമല്ലോ, അല്ലേ? കുഞ്ഞുനാൾ മുതൽ നമ്മൾ ഇന്ന് വരെ ജീവിച്ചപ്പോൾ ഏതെങ്കിലും ഒരു കാലം കർത്താവിൻ്റെ മുമ്പിൽ മര്യാദക്ക് വ്യാപരിച്ചൊരു കാലം ഉണ്ടാകും. ദാറ്റ് ഈസ് അവർ ട്രഷർ. അതാണ് നമ്മുടെ നിരത ദ്രവ്യം, ഈടുവെക്കാൻ പറ്റിയ സംഭവം. എസക്കിയ ആ ഒരു സംഭവം എടുക്കുകയാണ്. കാര്യം ഹി ഹാസ് ബീൻ ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. അവനൊരു നിസ്സാര മനുഷ്യനല്ലായിരുന്നു, അവന് പ്രാർത്ഥിക്കാൻ അറിയാമായിരുന്നു. അതുകൊണ്ട് മിനിമം ഹോളി സ്പിരിറ്റ് ഗ്യാരണ്ടീഡാണ്.
അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുത്തു, ഗസക്കിയ ഇപ്പോഴും വേദനയും രോഗവും ഒക്കെ ആയത് കാരണം നിനക്ക് വേണ്ട വിധം പ്രാർത്ഥിക്കാൻ പറ്റണില്ല. പക്ഷേ ഡോണ്ട് മൈൻഡ്, അതുകൊണ്ട് നീ പ്രയാസപ്പെടേണ്ട, നിൻ്റെ കാര്യം നടക്കും. നടത്താൻ പറ്റിയ ഒരു പ്രാർത്ഥനയുടെ പൊരുൾ ഞാൻ പറഞ്ഞു തരാം. യു ജസ്റ്റ് റിമൈൻഡ് യുവർ പാസ്റ്റ്. നീ നിൻ്റെ പഴയ കാലം ഒന്ന് ഓർക്കണം. അതാണ് എസക്കിയ ചെയ്യണത്. എസക്കിയ വേദനയുടെ കാലത്ത് പ്രാർത്ഥിക്കാൻ പറ്റണില്ല, പ്രസംഗങ്ങളുടെ കാലത്ത് പ്രാർത്ഥിക്കാൻ പറ്റണില്ല, പക്ഷേ പ്രാർത്ഥിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റണില്ല. അതുകൊണ്ട് എസക്കിയ പറഞ്ഞു, എന്നാ പറഞ്ഞു? യെശയ്യാ 38:3 കർത്താവേ, ഞാൻ വിശ്വസ്തയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ അങ്ങയുടെ മുമ്പിൽ വ്യഭിചരിച്ചിരുന്നുവെന്ന് അങ്ങ് ഓർക്കണമേ. പഴയ കാലമാണ്. ഇപ്പോഴെനിക്ക് അത്ര വിശ്വസ്തയൊന്നും കാണിക്കാൻ പറ്റണില്ല. ഇപ്പം എനിക്ക് വലിയ വേദന കാരണമേ, പ്രശ്നങ്ങൾ കാരണം എനിക്ക് പഴയ വിശ്വസ്തത ഒന്നും കാണിക്കാൻ പറ്റണില്ല. ഇപ്പം നമുക്കിടെ പ്രശ്നം അതാണല്ലോ. നമുക്ക് പഴയതുപോലെ കുമ്പസാരിക്കാനോ അതുപോലെ കുർബാന ഉൾക്കൊള്ളുവാനോ തീഷ്ണമായി പ്രാർത്ഥിച്ച് പെരുന്നാളിന് പോകാനോ ഒന്നും പറ്റണില്ല. അപ്പോഴെങ്ങനെ ആധ്യാത്മികത നമുക്കൊരു ചൈത്യത്തിലാണ്, നമ്മുടെ പ്രാർത്ഥനാ ജീവിതമൊന്നും മരവിച്ചിരിക്കുകയാണ്. വാട്ട് വി ഷുഡ് ഡു, വി ഷുഡ് റിമെമ്പർ പാസ്റ്റ് ആൻഡ് ഫിഡലിറ്റി. നമ്മളെന്ത് ചെയ്യണം? പഴയ കാലങ്ങൾ ഓർക്കണം. എൻ്റെ ദൈവവേദന ഒരു ദിവസമെങ്കിലും നീ ഫിഡലിറ്റി ആയിട്ട് കർത്താവിൻ്റെ തിരുസരി വേർപിച്ചിട്ടുണ്ടെങ്കിൽ യു ആർ ബ്ലെസ്ഡ്. നിങ്ങൾക്ക് ഒരു ദിവസമെങ്കിലും കഴിഞ്ഞ കാലത്ത് ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും വയസ്സിൽ കർത്താവിനോട് വിശ്വസ്തത പാലിച്ചിട്ടുണ്ടെങ്കിൽ, വിശ്വാസത്തോട് വിശ്വസ്ത പാലിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് യുവർ ഗ്യാരണ്ടി. അതാണ് നിൻ്റെ വിശ്വസ്തതയുടെ അടിസ്ഥാനം. ഒന്ന് പ്രാർത്ഥിക്കുക, കൈ നെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, യെശയ്യാ 38:3 പ്രാർത്ഥിക്കുന്നു. എന്റെ വിഷമസന്ധിയിലെ കാലങ്ങളിലെ പലപ്പോഴും എന്റെ വിശ്വാസം പതറിപ്പോവുകയും പ്രാർത്ഥന വിഫലമാവുകയും ചെയ്തിട്ടുണ്ട്. കർത്താവേ, വേദപുസ്തകം നൽകുന്ന വെളിപാടോടുകൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പഴയ കാലത്ത് അങ്ങയോട് കാണിച്ചിട്ടുള്ള വിശ്വസ്തതയെ ഇപ്പോൾ അനുസ്മരിക്കണമേ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, അതിശക്തമായി സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, പഴയ കാലങ്ങൾ ഓർക്കാൻ, വിശുദ്ധിയോടെ പ്രാർത്ഥിക്കാൻ, ദൈവസ്നേഹത്തോടെ പ്രാർത്ഥിക്കാൻ, ഉടമ്പടിയിൽ വിശ്വസ്ത പുലർത്താൻ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ആമേൻ. ആരാധിച്ചാൽ വിടുതലുണ്ട്, ആശ്രയിച്ചാൽ കരുതലുണ്ട്. ആരാധിച്ചാൽ വിടുതലുണ്ട്, ആശ്രയിച്ചാൽ കരുതലുണ്ട്. വിളിച്ചാൽ വിളിപ്പുറത്തെത്തും നിശ്ചയം, വിളി ശ്രമിച്ചാൽ നിത്യരക്ഷ നിശ്ചയം. വിളിച്ചാൽ വിളിപ്പുറത്തെത്തും നിശ്ചയം, വിളി ശ്രമിച്ചാൽ നിത്യരക്ഷ നിശ്ചയം. പ്രാർത്ഥിച്ചാൽ കുട്ടിയാൽ തുറന്നി ചോദിച്ചാൽ ലഭിച്ചിടും അത് നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടി, മുക്തിയാൽ തുറന്നി ചോദിച്ചാൽ ലഭിച്ചിടും അത് നിശ്ചയം. നിശ്ചയം നിശ്ചയം അത് നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകയില്ല. നിശ്ചയം നിശ്ചയം അത് നിശ്ചയം, വകുപ്പും തന്നവനകലുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയും, മുക്തിയാൽ തുറന്നി ചോദിച്ചാൽ ലഭിച്ചിടും അത് നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയും, മുക്തിയാൽ തുറന്നി ചോദിച്ചാൽ ലഭിച്ചിടും അത് നിശ്ചയം. നിശ്ചയം നിശ്ചയം അത് നിശ്ചയം, നിശ്ചയം പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അത് നിശ്ചയം, വകുപ്പും തന്നവനകലുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ തുറന്നിടും ചോദിച്ചാൽ ലഭിച്ചിടും അത് നിശ്ചയം. മക്കളെ, കൈകൾ ഇതുപോലെ കൂട്ടിക്കൊണ്ട് കൈ നെഞ്ചത്ത് കൂപ്പി വെച്ചുകൊണ്ട് കർത്താവിനെ അനുസ്മരിച്ചുകൊണ്ട് അതിശക്തമായി സ്തുതിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കട്ടെ. മക്കൾ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ
കൊടുക്കണം കർത്താവ്. അനേകം മക്കൾ കർത്താവ്, ജോലി ഇല്ലാത്ത മക്കൾ കർത്താവ് ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം കർത്താവ്. ഈശോയെ അവരെല്ലാം സ്പർശിക്കണം കർത്താവ്. പരീക്ഷ എഴുതിയിട്ടുള്ള മക്കൾ കർത്താവ് ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം കർത്താവ്. റിസൾട്ട് പ്രതീക്ഷിക്കുന്ന മക്കൾ കർത്താവ് ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം കർത്താവ്. ജീവിത പങ്കാളിയെ അന്വേഷിക്കുന്നവര്, മക്കൾ ഇല്ലാത്തവർ കർത്താവ് ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം കർത്താവ്. ഇവിടെ ഭൂതകാലത്തിന്റെ വിശുദ്ധതയെ അങ്ങനെ സ്മരിക്കണമേ കർത്താവ്. ഇവിടെ ഭൂതകാലത്തിന്റെ വിശുദ്ധതയെ കർത്താവ് അങ്ങനെ സ്മരിക്കണം കർത്താവ്. യെശയ്യാവിനെ കർത്താവ് അവിടെ കർത്താവ് സമയക്രമം കർത്താവ് പുറകോട്ട് നീട്ടിക്കുന്ന കർത്താവ് അവർക്ക് നഷ്ടപ്പെട്ടു പോയ സമയവും അനുഗ്രഹമാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്ന യേശുവിന്റെ ഹല്ലേലൂയ 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 യേശുവേ യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ 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 കരങ്ങളടിച്ചുകൊണ്ട് അനുഭവിച്ചാൽ പാപമോക്ഷമുണ്ട്. മനം തകർന്നാൽ അവൻ അരികിലുണ്ട്. എല്ലാവരും അനുഭവിച്ചാൽ പാപമോക്ഷമുണ്ട്. മനം തകർന്നാൽ അവൻ അരികിലുണ്ട്. വിശ്വസിച്ച മഹത്വം കാണും നിശ്ചയം. നിത്യഭവനത്തിൽ നിത്യവാസം നിശ്ചയം. വിശ്വാസത്തോടെ വിശ്വസിച്ചാൽ മഹത്വം കാണും നിശ്ചയം. നിത്യഭവനത്തിൽ നിത്യവാസം നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നു ചോദിച്ചാൽ ലഭിച്ചിടും അത് നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നു ചോദിച്ചാൽ ലഭിച്ചിടും അത് നിശ്ചയം. നിശ്ചയം നിശ്ചയം അത് നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അത് നിശ്ചയം, മഹത്വം തന്നവനകരുകില്ല. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഉണ്ടായിരിക്കട്ടെ. ഈശോ ഉണ്ടല്ലോ ഒരു ആക്രി പെറുക്കണ കക്ഷിയാണ്. കർത്താവിൻ്റെ വചനം വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളതാണ്, ഈശോ ഒരു ആക്രി പെറുക്കണ കക്ഷിയാണ്. അപ്പോൾ നിങ്ങൾക്ക് അച്ഛൻ എന്തെങ്കിലും നിഷിച്ച് സംസാരിക്കണം, അങ്ങനെയല്ല. നമ്മുടെ പ്രാർത്ഥനയ്ക്കും ആക്രി പ്രാർത്ഥനകൾ കാണും, പൊട്ടും പൊടിയും പൊളിഞ്ഞതും ഒക്കെ. ആരെങ്കിലും ആക്രി കച്ചവടക്കാർ വരുമ്പോൾ നമ്മൾ ഓർക്കും, എന്താ ഓർക്കും, മുറ്റത്തുള്ള സംഭവങ്ങളെല്ലാം പെറുക്കി കൊടുക്കും. കാര്യം അല്ലെങ്കിൽ നമ്മൾ തന്നെ ചോദിച്ചുകൊണ്ട് പോയി എവിടെയെങ്കിലും കളയണമല്ലോ എന്ന് ഓർത്തുകൊണ്ട് പ്ലാസ്റ്റിക് കുപ്പികൾ, പൊട്ടിയ കുപ്പികൾ, ചിലപ്പോൾ ഇരുമ്പ് കഷ്ണങ്ങൾ, ഇങ്ങനെ ആക്രി സാധനങ്ങളെല്ലാം കൊടുക്കും. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഇതുപോലെ ആക്രി പ്രാർത്ഥനകളുണ്ട്. ആക്രി പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതുപോലെ വേദനയും രോഗമൊക്കെ ഇരിക്കുമ്പോൾ ആരെങ്കിലും നമുക്ക് പാര വെക്കുകയാണെങ്കിൽ, സൂചി വെക്കണമെങ്കിലൊക്കെ ചെയ്യുമ്പോഴൊക്കെ അവനിട്ടും ഒരു പണി എപ്പോഴെങ്കിലും ഉതകി എൻ്റെ കൈ കിട്ടും എന്നൊക്കെ പറയല്ലേ. എപ്പോഴെങ്കിലും എന്നെ പാര വെച്ചവരോ സൂചി വെച്ചവരോ എപ്പോഴായാലും ഉതകി എൻ്റെ കയ്യിൽ കിട്ടും, അന്ന് ഞാൻ അവർക്കിട്ട് കൃത്യമായിട്ട് ശാസ്ത്രീയമായിട്ടും പണിതിരിക്കും എന്ന് വെഞ്ചൻസ്, വൈരാഗ്യം ഉള്ളിൽ കൊണ്ടുപോകുമ്പോഴും നമ്മൾ സ്വർഗ്ഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന ചെല്ലും. എന്താണ്? ഞങ്ങളോട് ക്ഷമിക്കുന്ന പോലെ ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളോടും ക്ഷമിക്കണമേ. അത് ആക്രി പ്രാർത്ഥനയാണ്. പൊട്ടിപ്പോയി ആ പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ ഭവ്യത പൊട്ടി, പരിശുദ്ധി പൊട്ടിപ്പോയി, ഇല്ലേ? ആ ഘട്ടത്തിൽ നമ്മൾ ക്ഷമിച്ചിട്ടില്ലല്ലോ, നമ്മൾ ക്ഷമിച്ചിട്ടില്ല, സ്റ്റിൽ വി ആർ പ്രേയിങ്. എന്താണ്? ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. അപ്പോൾ കർത്താവ് പറയും, നിങ്ങൾ ക്ഷമിച്ചിട്ടില്ലല്ലോ. ഈ പ്രാർത്ഥന ഡാമേജ് പ്രെയറാണ്. അത് പൊട്ടിപ്പോയ പ്രാർത്ഥനയാണ്, വക്ക് പൊട്ടിയ പ്രാർത്ഥന, അല്ലെങ്കിൽ വട്ടം പൊട്ടിപ്പോയ പ്രാർത്ഥന. അപ്പോൾ ഇങ്ങനെ പോയി ഡാമേജ് പ്രാർത്ഥനകളെല്ലാം ആക്രി പ്രാർത്ഥനകളാണ്. അപ്പോൾ ആക്രി പ്രാർത്ഥനകളും കർത്താവ് എടുക്കും. അപ്പം നിങ്ങൾ കുർബാന സ്വീകരിക്കരുത്, പക്ഷേ യു ക്യാൻ പ്രേ. വാട്ട് ഈസ് യുവർ മൂഡ്? പക്ഷേ യു ക്യാൻ പ്രേ. ഇപ്പം നിങ്ങൾ ചില ആൾക്കാർ ഭയങ്കര ലൈംഗിക സമ്മർദ്ദം കൊണ്ടൊക്കെ ചിലപ്പോൾ സ്വയംഭോഗം ചെയ്തു പോകും. ഞാനതിനെ നീതീകരിക്കുകയല്ല. ചില 5% മനുഷ്യരെങ്കിലും അങ്ങനെ വികാരത്തിന് അടിപ്പെട്ടുകൊണ്ട് അവിശുദ്ധി കീപ്പ് ചെയ്യുന്ന അവസ്ഥ വരും. അപ്പം നിങ്ങൾക്ക് ഉടനെ ഭയങ്കര സങ്കടം വരും. എന്താണ്? അയ്യോ ദൈവമേ, ഞാനിങ്ങനെ കയ്യിൽ നിന്ന് അകപ്പെട്ടു പോയല്ലോ, ഇനി എനിക്ക് എന്നെ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് പിശാച് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും. പിശാച് നമ്മൾ പറയും, നീ അശുദ്ധയുള്ള ആളാണ്, നീ എന്തിനാണ് ഇതൊക്കെ ചെയ്തിട്ട് പിന്നെ പ്രാർത്ഥിക്കാൻ പോണത്? അതുകൊണ്ട് ഉടനെ നീ എന്ത് ചെയ്യും? പള്ളിപ്പൊക്കെ മുടക്കും, കുർബാന മുടക്കും. അതിന് നിൻ്റെ കാരണങ്ങളുണ്ട്, നിനക്ക് കാരണങ്ങളുണ്ടാകാം. പക്ഷേ കർത്താവ് എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, നീ ഏത് അവസ്ഥയിലാണ് ഇരിക്കണമെങ്കിലും നീ പ്രാർത്ഥന മുടക്കരുത്. നിൻ്റെ ഏത് ഡാമേജ് പ്രയറാണെങ്കിൽ ഐ വിൽ ടേക്ക് ഇറ്റ്. നീ വൈരാഗ്യം കൊണ്ട് പ്രാർത്ഥിക്കാം, ചിലപ്പോൾ നീ അവിശുദ്ധമായിട്ട് പ്രാർത്ഥിക്കാം. ചിലപ്പോൾ ഒരു പ്രത്യേക അവസ്ഥയിൽ, സമ്മർദ്ദത്തിൽ ഒരു അബോർഷൻ സംഭവിച്ചു പോയി, ഉടനെ നീ നിൻ്റെ പ്രാർത്ഥനയെ അബോർട്ട് ചെയ്യരുത്. ഞാൻ അബോർഷനെ നീതീകരിക്കുകയല്ല. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു വിശ്വാസി വന്നാലും still there is hope in
ജീസസ്. കൈയടിച്ച് കർത്താവ് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ഞങ്ങളുടെ അവസ്ഥകൾ തൃക്കന്മാർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പാപമോക്ഷമുണ്ട്, കൈയടിച്ചുകൊണ്ട് മനം തകർന്നാലവൻ അരികിലുണ്ട്. എല്ലാവരും അനുദപിച്ചാൽ പാപമോക്ഷമുണ്ട്, മനം തകർന്നാലവൻ അരികിലുണ്ട്. വിശ്വസിച്ചാൽ മഹത്വം കാണും നിശ്ചയം, നിത്യഭവനത്തിൽ നിത്യവാസം നിശ്ചയം. എല്ലാവരും വിശ്വസിച്ചാൽ മഹത്വം കാണും നിശ്ചയം, നിത്യഭവനത്തിൽ നിത്യവാസം നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടി മുട്ടിയാൽ തുറന്നി, ചോദിച്ചാൽ ലഭിച്ചിടുമത് നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയും മുട്ടിയാൽ തുറന്നി, ചോദിച്ചാൽ ലഭിച്ചിടുമത് നിശ്ചയം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ വാട്ട്സ് മൈ പോയിന്റ്? എന്താണ് അച്ഛൻ ഉദ്ദേശിക്കുന്നത്? നീ ഏത് അവസ്ഥയിലായാലും കുറ്റബോധത്തിലാകാൻ ചിലപ്പോൾ മനസ്സ് ഭാരത്തോടെ ഇരിക്കുകയായിരിക്കാം. കുടുംബത്തിൽ ഭയങ്കര കലഹമുണ്ടായി, അടിപിടി തന്നെ ഉണ്ടായി എന്ന് വിചാരിച്ചോ. അന്ന് രാത്രി അത്താഴം വെച്ചിട്ടുമില്ല, വെച്ചാൽ നീ കഴിച്ചിട്ടുമില്ലെന്ന് വിചാരിച്ചോ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞായറാഴ്ചയാണ്, അപ്പം നീ പള്ളി വരുന്നില്ലേ, അപ്പം നിൻ്റെ മോന്ത കണ്ടാൽ അറിയാൻ പറ്റും നീ അന്ന് പള്ളിയിൽ പോണില്ലെന്ന്. ദൈവ പൈതലേ, നീ ദൈവ പൈതലാണ്. കാരണം നിന്നെ കാത്തൊരാടിരിപ്പുണ്ട്. ആരെല്ലാം നിന്നെ കാത്തിരുന്നില്ലെങ്കിലും അക്കാലം ആ ദിവസം പ്രത്യേകിച്ച് ദൈവം നിന്നെ കാത്തിരിക്കുന്ന ദിവസമാണെന്നാണ് പരിശുദ്ധാത്മ പറയുന്നത്. കൈയടിച്ച് കർത്താൻ കൈകൾ ഞാൻ നിന്നെ കൈവിടുമോ, ഒരു നാളും മറക്കുമോ. ആരു മറന്നാലും മറക്കാത്തവൻ, അന്ത്യത്തോളം കൂടെയുള്ളവൻ. ആരു മറന്നാലും മറക്കാത്തവൻ, അന്ത്യത്തോളം കൂടെയുള്ളവൻ. ഞാൻ നിന്നെ കൈവിടുമോ, ഒരു നാളും മറക്കുമോ. ഞാൻ നിന്നെ കൈവിടുമോ, ഒരു നാളും മറക്കുമോ. ആവർത്തിച്ച് പാടുക. ഞാൻ നിന്നെ കൈവിടുമോ, ഒരു നാളും മറക്കുമോ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പ്രിയപ്പെട്ടവരെ, ഒരു നാളും മറക്കത്തില്ല. നിന്റെ നാളുകൾ, നിന്റെ ദിവസങ്ങൾ ഒരു പക്ഷേ ഭാരപ്പെട്ട ദിവസങ്ങളാകാം, അയോഗ്യമായ ദിവസങ്ങളാകാം, അശുദ്ധമായ ദിവസങ്ങളാകാം. ഈ ദിവസങ്ങളിലുമെല്ലാം കർത്താവിൻ്റെ മുമ്പിൽ വരാൻ നിന്നെ കർത്താവ് കാത്തിരിക്കുന്നു. അതുകൊണ്ട് അങ്ങനെ പറയുന്ന ഒരു വചനമുണ്ട്. എന്താണ്? നിരന്തരം പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യത വ്യക്തമാക്കാൻ അവൻ അവരോടൊരു പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏറ്റു പറഞ്ഞേ, നിരന്തരം പ്രാർത്ഥിക്കേണ്ടതിന്റെ ആവശ്യകത വ്യക്തമാക്കാൻ അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞു. ദൈവത്തെ ഭയപ്പെടാത്ത, മനുഷ്യനെ മാനിക്കാത്ത ഒരു ന്യായാധിപനുണ്ടായിരുന്നു. ദിവസം ഒരു സാധുവിധവ അവനോട് വന്ന്, യജമാനനെ എനിക്ക് നീതി നടത്തി തരണമെന്ന് അപേക്ഷിച്ചു. ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നില്ല, മനുഷ്യനെ മാനിക്കുന്നില്ല, എങ്കിലും ഈ സാധുവിധവ എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ അവർക്ക് നീതി നടത്തി കൊടുക്കും. അങ്ങനെയെങ്കിൽ ഇഫ്സോ, തന്നോട് യാചിക്കുന്നവർക്ക്, രാവും പകലും തന്നോട് യാചിക്കുന്നവർക്ക് ദൈവം എത്ര അധികമായി നീതി നടത്തി കൊടുക്കാതിരിക്കില്ല. അപ്പം നിൻ്റെ രാവുകൾ ഒരു പക്ഷേ അശുദ്ധമാകാം, നിൻ്റെ പകലുകൾ ഒരു പക്ഷേ സംഭ്രമമാകുന്ന പകലുകൾ നിനക്ക് അവകാശമാകുമ്പോൾ, അശുദ്ധമായ രാവുകൾ നിനക്ക് ഓഹരിയാകുമ്പോൾ, Dear Lord child, the God is waiting for you. ദൈവ പൈതലെ, കർത്താവ് നിന്നെ കാത്തിരിക്കുന്നുവെന്നാണ്
വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18:1 പറയണത് എന്താണ്? നിരന്തരം പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത. ഏത് അവസ്ഥയിലും പ്രാർത്ഥിക്കേണ്ട അവസ്ഥ. നിൻ്റെ പ്രാർത്ഥന നേരത്തെ പറഞ്ഞ പോലെ ആക്രി പ്രാർത്ഥനയാണെങ്കിലും ഡാമേജ് പ്രെയർ ആണെങ്കിലും യു മസ്റ്റ് പ്രേ. കാരണം നിന്നെ ക്ഷമിക്കുന്ന ദൈവം, നിനക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ദൈവം, നിനക്ക് വേണ്ടി മുൾക്കടം ചൂടിയ ദൈവം, നിനക്ക് വേണ്ടി തിരുവല്ല മുറിവേറ്റ ദൈവം, നിനക്ക് വേണ്ടി കരചരണങ്ങളിൽ ആണിപ്പഴുതേറ്റ ദൈവം, നിനക്ക് വേണ്ടി ഉയർത്തേണ്ട ദൈവം നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു. കൈ അടിച്ചു കിടന്നാൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥന്. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥന്. ക്രൂശിൽ കണ്ടു ഞാൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഉണ്ടായിരിക്കട്ടെ. മക്കളെ, സിസ്റ്റം എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. വി ആർ ലിവിങ് ഇൻ എ ചേഞ്ച്ഡ് സിറ്റുവേഷൻ, അല്ലെങ്കിൽ ചേഞ്ചബിൾ ആയിട്ടുള്ള സിറ്റുവേഷനിലാണ്. ചേഞ്ചും സ്പിരിച്വാലിറ്റി ആൻഡ് ദ ചേഞ്ച് പ്രധാനപ്പെട്ട സബ്ജക്റ്റാണത്. എപ്പോഴും സിസ്റ്റം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ചിലപ്പോൾ ഭരണം കണ്ടിന്യൂ ചെയ്യാം, ചില ഭരണം മാറ്റം ഉണ്ടാകാം. വളരെ അപ്പോൾ നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ ഭരണത്തിൽ വ്യത്യാസം വരുന്നു. ഇത് പക്ഷേ നമ്മൾ അധികം ബാധിക്കത്തില്ല. ആര് ഭരിച്ചാലും നമുക്ക് സമാധാനം ജീവിച്ചാൽ മതി. നമുക്ക് വേറെ അജണ്ടകളൊന്നുമില്ല. മര്യാദക്ക് തൊഴിൽ ചെയ്ത് അവനവൻ ജീവിക്കണ സ്ഥലത്ത് ജീവിച്ച് പോകണം, അത്രയേ ഉള്ളൂ. സമാധാനം ഉണ്ടാകണം, അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ അത് പൊതുസമൂഹത്തിൽ. പക്ഷേ ഭരണമാറ്റം കുടുംബത്തിലുണ്ടാകും. നമ്മൾ എന്നും കൊന്നും കാണുന്ന പോലെ ആയിരിക്കത്തില്ല. ഒരു കല്യാണം കഴിഞ്ഞാൽ മതി, കുടുംബത്തിലൊരു കല്യാണം കഴിഞ്ഞാൽ മതി, അപ്പം തന്നെ രാസമാറ്റം ഉണ്ടാകും. ഇലമെൻറ്റുകൾ മാറത്തില്ലേ? ഇപ്പോൾ സോഡിയം അത് മണ്ണെണ്ണ വലിയ പ്രശ്നമൊന്നുമില്ല. ആ മണ്ണെണ്ണ പുറത്തേക്ക് വരുമ്പോൾ സോഡിയത്തിൻ്റെ അകത്ത് ഓക്സിജൻ കയറി കഴിഞ്ഞാൽ അപ്പം തന്നെ ഈ സാധനം കത്താൻ തുടങ്ങും. അപ്പോൾ ഒരു എലമെൻറ്റ് എവിടുന്നെങ്കിലും എടുത്ത് മാറ്റിയാൽ, ഒരു ചെറിയ മാറ്റം സംഭവിച്ചാൽ, ഒരു വ്യക്തി ഇവിടുന്ന് പോയി, കല്യാണം കഴിച്ച വ്യക്തി അവിടുന്ന് ഒരു എലമെൻറ്റ് അവിടുന്ന് പോയി, ഒരു തന്മാത്ര അവിടുന്ന് പോയി. അപ്പോൾ വേറെ ഒരു തന്മാത്ര വന്ന് കയറി, മകൻ കല്യാണം കഴിച്ച് പുതിയ തന്മാത്ര വന്ന് കയറി. അപ്പോൾ കുടുംബത്തിൽ കൊളിഷനുണ്ട്. ആറ്റം ഫ്യൂഷൻ വരെ ഉണ്ടാകും. ചിലപ്പോൾ പൊട്ടിത്തെറിക്കും. ഒരു തന്മാത്ര ഈ കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെടുകയും ഇവിടുന്ന് പുറത്തു പോവുകയും വേറൊരു തന്മാത്ര വന്ന് ആ കുടുംബത്തിൻ്റെ എലമെൻറ്റിലേക്ക് കയറുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഒന്ന് സിറ്റാകാൻ കുറച്ച് സമയമെടുക്കും. ഇത് ലോകത്തിൽ മാത്രമല്ല, നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കും. ഇങ്ങനെ രൂപഭാവങ്ങൾ രൂപം മാറും. ചിലപ്പോൾ കുടുംബത്തിൻ്റെ രൂപങ്ങൾ മാറും. ചിലപ്പോൾ പണ്ട് കാൽഷ്യമായിട്ടിരുന്നത് ചിലപ്പോൾ ഇത് പൊട്ടാസ്യമായിട്ടിരിക്കും. അതാണ് വിഷയം. നേച്ചർ മാറിപ്പോവും. അമ്പിനും വില്ലിനും അടുക്കാത്തവർ, അർത്ഥതയ്ക്ക് ഉപ്പ് ചേക്കാത്തവർ നമ്മുടെ കുടുംബത്തിൽ വന്നാൽ, ദാനധർമ്മമുള്ള കുടുംബത്തിൽ ജീവിക്കുന്ന വ്യക്തികൾ എന്ത് ചെയ്യും? ദാനം ചെയ്യുമ്പോൾ തന്നെ അവർ കരുതി നമ്മുടെ കൈക്ക് പിടിക്കും. കാര്യം എന്താണ്? പണ്ട് നീ കാൽഷ്യമായിരുന്നു, ഇപ്പോൾ പൊട്ടാസ്യമാണ്. തീർന്ന്. കുടുംബത്തിൻ്റെ മൂലങ്ങൾ. ഇതിന് ബൈബിൾ പറയണ പേര്, ബൈബിൾ പല കാര്യം പറയും. ലോകത്തിൻ്റെ രൂപഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ലോകത്തിന്. അപ്പോൾ നമുക്ക് പറഞ്ഞാൽ കുഴപ്പമില്ല, അമേരിക്കയോ റഷ്യയോ ഒക്കെ മാറിയാൽ നമുക്കെന്നാ? അങ്ങനെയല്ല. നിൻ്റെ കുടുംബം മാറിക്കൊണ്ടിരിക്കുന്നതാണ് ഈ പറയണത്. 1 കൊറിന്തോസ് 7:31 കൊറിന്തോസ് സഭയുടെ ലേഖനത്തിൽ 1 കൊറിന്തോസ് 7:31 എന്താണ്? നിൻ്റെ കുടുംബത്തിൻ്റെ രൂപഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കും. പോരെ? നിൻ്റെ കുടുംബത്തിൻ്റെ രൂപഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അപ്പം നിങ്ങൾ ഒരിക്കലും ധരിക്കണം നിങ്ങൾ അപ്പനും അമ്മയും അമ്മ പെറ്റ 2 മക്കളൊക്കെ ആയിട്ട് സമാധാനത്തിൽ ജീവിക്കുകയൊക്കെ ആയിരിക്കാം. പെട്ടെന്നാണ് അവിടെ ഒരു കല്യാണം കഴിച്ച് പുതിയ മകൻ കല്യാണം കഴിച്ചു. അപ്പോഴവന് തോന്നി, അവൾക്ക് കല്യാണം കെട്ടിക്കൊണ്ട് വന്ന അവൾക്ക് തോന്നി, ചില സ്ത്രീകൾക്ക് പ്രത്യേക മൈൻഡാണ്, അവരെ തന്നെ സ്നേഹിക്കണം, വേറെ ആരും സ്നേഹിക്കരുത്. സ്വന്തം ഭർത്താവ് പെങ്ങളുടെ കൊച്ചിനെ പോലും എടുക്കാൻ അനുവദിക്കാത്ത ഭാര്യമാർ കുടുംബത്തിലുണ്ട്. സ്വന്തം ഭർത്താവാണ്,
പെങ്ങളുടെ കൊച്ചിനെ പോലും എടുക്കുക. അപ്പോൾ അവിടെ ചോദിക്കും, തനിക്കപ്പോൾ എൻ്റെ കൊച്ചിനെ അയിത്തമായ, ഞാൻ വന്നപ്പോൾ കൊണ്ടുവന്നൊന്നും അല്ലല്ലോ, എനിക്ക് തന്നതല്ലേ, ഇത് എന്നെ കൊണ്ട് തന്നു ദിവസം പറയിപ്പിക്കരുതെന്ന് പറയും. പക്ഷെ വേണ്ട, രൂപഭാവങ്ങൾ മാറി. അതാണ് 1 കൊറിന്ത്യർ 7:31 പറയണത്. ലോകത്തിൻ്റെ രൂപഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ആരും വിചാരിക്കരുത് ഈ രൂപം തന്നെയായിരിക്കും ഇങ്ങനെയായിരിക്കുമെന്ന്. ഇല്ല, അത് മാറും. എല്ലാം ഇപ്പം ഈശോ തന്നെ എന്താ പറയണത്? സിസ്റ്റം തന്നെ ചേഞ്ച് ചെയ്യുമെന്നാണ് ഈശോ പറയണത്. ലോകത്തിൻ്റെ മാത്രം, കുടുംബത്തിൻ്റെ മാത്രമല്ല, ദ വെരി സിസ്റ്റം വിൽ ബി കോഗുലേഷൻ സംഭവിക്കും, മാറിക്കൊണ്ടിരിക്കും. പക്ഷേ അതുകൊണ്ടാണ് ഈശോ പറയണത്. ഇപ്പം നമ്മൾ വിശുദ്ധ മത്തായി ശ്രീകാരുടെ സുവിശേഷമില്ലേ, നമ്മൾ 26-ാം അധ്യായം വായിക്കുമ്പോൾ പാവത്തുങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും, ദരിദ്രർ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്നതിൻ്റെ അർത്ഥം എന്താണ്? സിസ്റ്റമൊക്കെ മാറാം, വ്യവസ്ഥിതികൾ മാറാം, ഫീഡലിസം വന്നത് പോകാം, ക്യാപിറ്റലിസം വരാം, കമ്മ്യൂണിസം വരാം, BJP ഭരിക്കാം, ആരും ഭരിക്കാം. ഇതിനെക്കുറിച്ച് ഗോഡ് ഈസ് ഡോണ്ട് ബോദർ അബൌട്ട് ഇറ്റ്. അതായത് ദൈവം ഈ കാര്യത്തിൽ ആര് ഭരിക്കുന്നതിനെക്കുറിച്ച് ദൈവത്തിനൊരു പ്രശ്നമില്ല. ദൈവത്തിന് പ്രശ്നമില്ലാത്തൊക്കെ എന്തിനാണ് വിശ്വസിക്ക് പ്രശ്നമാകണത്? ഇല്ലേ? സിസ്റ്റം എന്താ? സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഫിസിക്കൽ സിസ്റ്റമായിരിക്കും. ഇപ്പോൾ 26:16 മത്തായിയുടെ സുവിശേഷം, ദരിദ്രർ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ഏത് സിസ്റ്റം വന്നാലും ആരെങ്കിലും കുറച്ച് പേര് ദരിദ്രരെ ആയി മാറിക്കൊണ്ടിരിക്കും. അതിപ്പോൾ കമ്മ്യൂണിസം വന്നാലും RSS വന്നാലും ആര് വന്നാലും എന്ത് സിസ്റ്റം ഇവിടെ ഉണ്ടാക്കിയാലും അതാത് കാലങ്ങളിൽ പുതിയ ദാരിദ്ര്യം സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. ഇത് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണ്. കാര്യം മനുഷ്യൻ്റെ സാമ്പത്തിക സുസ്ഥിതി മനുഷ്യൻ്റെ ബുദ്ധിയിലില്ലെന്ന് എൻ്റെ അർത്ഥം. നമ്മളിപ്പോഴും ഓരോ ഇക്കോണമി ഫോളോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ലെസ്സായിട്ടുള്ള ഒരു അനീതിയുള്ള കുറഞ്ഞ രീതിയിൽ അനീതി കുറക്കുകയും വികസനം കൂട്ടുകയും ചെയ്യാൻ വേണ്ടിയാണ് സിസ്റ്റം മനുഷ്യരാശി ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എങ്ങനെ സിസ്റ്റം ചേഞ്ച് ചെയ്താലും 26-16 വർക്കൗട്ട് ചെയ്യും. എന്താണ്? ദരിദ്രർ എപ്പോഴും 26-11 വർക്കൗട്ട് ചെയ്യും. എന്താണ്? മത്തായിയുടെ സുവിശേഷം, ദരിദ്രർ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? എന്തെല്ലാം വിധത്തിലുള്ള സാഹചര്യങ്ങൾ ചേഞ്ച് ചെയ്താലും ഈ സാഹചര്യം ചേഞ്ച് ചെയ്യുമ്പോൾ പിന്നെ നമ്മുടെ മുമ്പിലുള്ള എന്താണ് നമ്മുടെ മുമ്പിലുള്ള പോംവഴി എന്താണ്? അതിന് ബൈബിൾ മാത്രമേ പോംവഴി നൽകുന്നുള്ളൂ. എന്താണ്? ഇങ്ങനെ കുടുംബത്തിൻ്റെ സാഹചര്യം ചേഞ്ച് ചെയ്യാം, എൻ്റയർ നേഷൻ്റെ സാഹചര്യങ്ങൾ ചേഞ്ച് ചെയ്യാം. പക്ഷേ വിശ്വാസിക്ക് ഇതൊന്നും ബാധകമല്ല. അതിന് പകരം ഈശോ പറഞ്ഞ വാക്കെന്താണ്? ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് നല്ല പരിശീലനം ലഭിച്ചിട്ടുണ്ട്. കൈയിടിച്ച് കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിലുള്ള ഏത് സാഹചര്യത്തിലും കർത്താവേ, ഏത് പ്രതികൂല സാഹചര്യത്തിലും കർത്താവേ ആശ്രയിച്ച് ജീവിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നൽകണമേ. കൈകൾ വീശി നമ്മുടെ കുടുംബങ്ങളെ ആശീർവദിക്കുക. ഏത് സാഹചര്യത്തിൽ ജീവിക്കാനുള്ള ദൈവകൃപ നൽകുക.